ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോണ്ടിൻ്റെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് നമ്മളത് നോക്കണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറേ സ്റ്റൈലുകളും ഫോണ്ടിൻ്റെ കളറുകളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ കുറച്ച് 1-2 പാരഗ്രാഫ് ഉണ്ട്, ഹെഡിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫോണ്ടിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. എന്ത് ഫോണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്? ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ഹെഡിങ്ങിന് പല ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഇതിൻ്റെക്കൂടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് എന്ത് ചേഞ്ചസ് കൊടുക്കണമെങ്കിലും ഏത് ഏരിയ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ഹെഡിങ്ങിനെ കളർ മാറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈല് മാറ്റണം, അല്ലെങ്കിൽ അതിനെ ബോൾഡാക്കണം, ഇറ്റാലിക് ആക്കണം. അപ്പം അങ്ങനെയെങ്കിൽ അത് സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പാർട്ടിലേക്ക് അത് അപ്ലൈ ആകുള്ളൂ. ഓക്കെ, സെലക്ട് ചെയ്യാതെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. ഒന്നും സെലക്ട് ചെയ്യണം. അതിനായിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറേ ടിപ്സുകളും ട്രിക്സുകളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു ഈ ഹെഡിങ്. ഞാൻ അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റുകയാണ്. ഞാനിവിടെ ഏരിയൽ എന്ന് പറയുന്നൊരു ഫോണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട്. ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് സെലക്ട് ചെയ്തപ്പോൾ ഈ ഫോണ്ടിൻ്റെ പേര് ഏരിയൽ എന്നാണ്. ഇനി ഞാൻ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് നോക്കാം അത് ഏത് ഫോണ്ടായിരുന്നു എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഫോണ്ടാണോ അത് ഇവിടുന്ന് എനിക്ക് പിന്നെ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഫോണ്ടിൻ്റെ പേര് ഞാൻ കാലിബ്രി എന്ന് പറയുന്നൊരു ഫോണ്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം. ഓക്കെ, സോ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഫോണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ വഴിയാണ്. ഓക്കെ, ഇനി ഏതൊക്കെ ഫോണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്? ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ഫോണ്ടാണ്. 1 ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട്, 2 കാലിബ്രി എന്ന് പറയുന്ന സി കൂട്ടിയുള്ള കാലിബ്രി എന്ന് പറയുന്നൊരു ഫോണ്ട്, ദെൻ 3-മത്തേത് ടി കൂട്ടിയുള്ളതാണ് ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഒരു ഫോണ്ട്. ഓക്കെ, ഇത് 3ഉമാണ് നമ്മൾ ജനറലായിട്ടൊരു ഓഫീസ് പർപ്പസിനോ അല്ലെങ്കിൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 ഫോണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ. ഈ 3 ഫോണ്ടുകൾ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്യാം. ബട്ട് ജനറലി ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഓഫീസ് പർപ്പസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിനൊക്കെ ഈ 3 ഫോണ്ടിൽ ഏതെങ്കിലും ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ എൻ്റെ ഡോക്യുമെൻറ്റ് ഞാൻ ഏരിയയിലാക്കാൻ പോവാണ്. ഞാൻ കംപ്ലീറ്റ്ലി സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിനെ ഏരിയയിലേക്ക് മാറ്റുവാണ്. ഞാൻ ഏരിയയിൽ ചൂസ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഈ ഡോക്യുമെൻറ്റ് ഫുള്ള് ഏരിയൽ ഫോണ്ടാണ്. ഓക്കെ, ഇനി 2-മത്തെ ഓപ്ഷനാണ് ഫോണ്ടിൻ്റെ സൈസ്. ഓക്കെ, ഇപ്പോൾ ജനറലി നമ്മുടെ ആപ്ലിക്കേഷനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലെറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് 10, 11, 12 ആയിരിക്കും. ഓക്കെ, സോ ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ഫോണ്ടുകളും ഞാനിതിനെ 12ലേക്ക് മാറ്റുകയാണ്. 12 സൈസിലാണ് ഞാൻ ഈ ഫോണ്ടിൻ്റെ സൈസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി സിമ്പിൾ റൂം ഡിസൈൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെഡിങ്ങാണ്. അപ്പോൾ ഹെഡിങ്ങിന് എനിക്ക് ഒരു ബോൾഡായിട്ട് കാണിക്കണം. സോ ഞാനതുകൊണ്ട് അത് സെലക്ട് ചെയ്തിട്ട് ബി പ്രസ് ചെയ്തു, ബോൾഡാക്കി. ഇനി അതിന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡ് പാരഗ്രാഫിനെ എനിക്ക് ഇറ്റാലിക് ആക്കണം. ഇറ്റാലിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പിക്ചർ പോലെ തന്നെയാണ്. ഇറ്റാലിക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ടെക്സ്റ്റിനെ ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ഇറ്റാലിക്സ് ഫോർമാറ്റിലേക്ക് അത് മാറി. ഇനി ഈ ഹെഡിങ്ങിന് എനിക്ക് അണ്ടർലൈൻ കൂടെ വേണമെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം അണ്ടർലൈൻ. അണ്ടർലൈൻ്റെ അവിടെ ഒരു ആരോ മാർക്കുണ്ട്. അവിടെ നമുക്ക് പലതരത്തിലുള്ള അണ്ടർലൈൻ ചൂസ് ചെയ്യാം. ഡബിൾ ലൈനുണ്ട്, ബോൾഡ് ആയിട്ടുള്ള ലൈനുണ്ട്, സിംഗിൾ ലൈനുണ്ട്. ഓക്കെ, ബൈ ഡിഫാൾട്ടായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ലൈനേ വരുള്ളൂ. ഓക്കെ, നമ്മളവിടെ അണ്ടർലൈൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഈ ഹെഡിങ്ങിൻ്റെ ഫോണ്ട് എനിക്ക് 14 ആക്കണം. ഓക്കെ, സോ ഞാൻ അവിടുന്ന് 14 ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോണ്ടിൻ്റെ സ്റ്റൈല് പഠിച്ചു, സൈസ് പഠിച്ചു, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഇനി ഞാൻ ഈ ഒരു പാരഗ്രാഫിൻ്റെ ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഫോണ്ട് കാണിച്ചു 12 ആണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻക്രീസ് ഫോണ്ട് സൈസും ഉണ്ട്, ഡിക്രീസ് ഫോണ്ട് സൈസും ഉണ്ട്. ആരോ മാർക്ക് അപ്പർ കാണിച്ചേക്കുന്നത് ഇൻക്രീസ് ചെയ്യാനും
ലോവർ കാണിച്ചിരിക്കുന്നത് ഡിക്രീസ് ചെയ്യാനുമാണ്. എനിക്കിതുവഴിയും വേണമെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെയാണ് മാറ്റം വരുന്നത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഫോണ്ടിൻ്റെ സ്റ്റൈല്. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഏരിയൽ, കാലിബറി, ടൈംസ് ന്യൂ റോമൻ. ദെൻ ഫോണ്ടിൻ്റെ സൈസാണ് പിന്നെ പറഞ്ഞത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് 10, 11, 12. ഹെഡിങ്ങുകളാണെങ്കിൽ 14 to 16 നമ്മൾ ചൂസ് ചെയ്യും. ദെൻ ഫോണ്ട് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള കമാൻഡ് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഈ ഡോക്യുമെൻ്റ് ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഉണ്ടാകും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.